ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മെഹന്തി കോൺ എങ്ങനെ ഉണ്ടാക്കാന്നാണ് കേട്ടോ. ഞാൻ കാണിക്കണമെന്നൊന്നും കരുതിയതല്ല, പിന്നെ ചുമ്മാ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. ഞാൻ ഈദിന് മെഹന്തി ഇടാറുണ്ട് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ഈദിന് വാങ്ങിച്ച പേപ്പർ ബാക്കി ആയതാണ്. ഞാൻ ഇതിന് മെഹന്തി ഒന്നും ഇടാൻ പോകണില്ല എന്ന് കരുതിയതാണ്. കാരണം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതല്ലേ. ഓപ്പറേഷൻ കഴിഞ്ഞ് ജസ്റ്റ് ഒരാഴ്ച കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത്തവണ മെഹന്തി ഇടാനൊന്നും പോകണ്ടെന്നൊക്കെ കരുതിയതായിരുന്നു. പക്ഷേ ഒരു 2-3 ഫ്രണ്ട്സ് ഇങ്ങനെ വിളിച്ചു. അവർ നമ്മളെ ഡെയിലി വിളിക്കുന്നതാണ്. അപ്പോൾ പറ്റില്ല എന്നിട്ട് പറയാനും വയ്യ. അധികമൊന്നും അവർ 2 പേരെ വീട്ടിലും പോകണം. പിന്നെ അവരൊരു 10 പേര് കാണും. പിന്നെന്താ, ഒരു ദിവസം അവരെ വീട്ടിലും പോകണം. പിന്നെ രണ്ടാമത്തെ ദിവസം, അതായത് ഈദിൻ്റെ തലേ ദിവസം, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അവൾ കഴിഞ്ഞ ഈദിനെ പറഞ്ഞു വെച്ചതാണ് ഈ ഈദിന് വരണമെന്ന്. അപ്പോൾ അതും മുടക്കാൻ വയ്യ. അപ്പോൾ അത് കാരണം അവർ വീട്ടിലൊന്ന് പോയിട്ട് കൊടുക്കണം. മൊത്തത്തിലൊരു 25 പേര് കാണുമെന്ന് കരുത്. അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിലും ഒന്നും ഇടാൻ പറ്റില്ല, കാരണം ആകെ ടയേർഡാവും. അപ്പോൾ ഞാൻ കരുതി, ഇപ്പോൾ ഞാൻ കിടന്നപ്പോഴാണ് ഓർമ്മ അത് കോൺ ഉണ്ടാക്കില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഏതായാലും കോൺ ഉണ്ടാക്കിയല്ല, അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ ഇതാണ് കേട്ടോ പേപ്പർ. ഏകദേശം നമ്മുടെ ഒരു A4 ഷീറ്റിൻ്റെ അത്ര ഇല്ല, ഒരു നോട്ട്ബുക്കിൻ്റെ പേജിൻ്റെ അത്രയും വലിപ്പം കാണും. ഇത് എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓരോ പോർഷനാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് കോൺ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എനിക്ക് വലിയ കോൺ ഉപയോഗിച്ച് മെഹന്തി ഇടാൻ പറ്റില്ല കേട്ടോ. ഞാൻ ചെറിയ ചെറിയ കോൺ വെച്ചിട്ടാണ് ഇടാറുള്ളത്. ഇവിടെ സലൂണിലൊക്കെ അങ്ങനെ കേട്ടോ, ചെറിയ കോൺ വെച്ചിട്ടാണ് മെഹന്തി ഇടുക. അപ്പോൾ നമുക്ക് സ്പീഡിൽ ഇടാനും പറ്റും, നമുക്ക് ഒരു കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. നമുക്ക് നല്ല സ്പീഡിൽ ഇടാൻ നമുക്ക് കൈക്കൊന്നും പെയിൻ എടുക്കൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു പേപ്പർ എടുത്ത ശേഷം ഇവിടെ ജസ്റ്റ് നമ്മുടെ ഫിംഗർ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കി തുടങ്ങുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഫിംഗറിൻ്റെ ഒരു സപ്പോർട്ട് ഇവിടെ ഉണ്ടാവും ചെയ്യണം. ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കുക. കണ്ടോ, ഇവിടെ നമ്മുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം കേട്ടോ. ഇവിടെ നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കണം ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കി തുടങ്ങേണ്ടത്. ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നോക്കുക, നമുക്ക് ഹോള് വലുതാണോ എന്ന് നോക്കണം. തീരെ ചെറിയ ഓട്ട ആവരുത് കേട്ടോ. കാരണം എന്താണെന്നറിയോ, കുഞ്ഞു ഹോളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മൈലാഞ്ചി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തീരെ കൈക്ക് നല്ല പെയിൻ വരും, അതായത് ഈ ഫിംഗേഴ്സിന് നല്ല പെയിൻ വരും. അത് കാരണം എപ്പോഴും കുറച്ചൊരു വലിയ ഹോൾ ഇടണം. എന്ന് വെച്ചാൽ ഒത്തിരി വലുതല്ല. എനിക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഏകദേശം കണ്ടോ, ചെറിയ. എന്നിട്ട് ഇതുപോലെ 2 ടേപ്പ് ഈ ഒരു ഏരിയയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇവിടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എത്ര പണിയുള്ളൂ. ഇനി നമ്മൾ ഇതിനകത്ത് മെഹന്തി നിറക്കും. അതിന് ശേഷം ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ 2 സൈഡൊന്നും ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ അങ്ങ് മടക്കിയതിന് ശേഷം നമ്മൾ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. എത്ര പണിയുള്ളൂ. ഇത് കണ്ടോ, ഇത്രയും പോകുന്ന കോണേ ഇപ്പോൾ ഉണ്ടാവൂ. പക്ഷേ ഇത് വെച്ച് മെഹന്തി ഇടാൻ നല്ല സുഖമാണ്. നമുക്ക് നല്ല ഈസി ആയിട്ട് സ്പീഡിൽ ഇട്ട് തുടങ്ങാം. ഇവിടുത്തെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ നല്ല റിസ്ക് എടുത്ത് ചെയ്യേണ്ട ഡിസൈനാണ്. ഞാൻ വീഡിയോസിലൊന്നും എൻ്റെ കയ്യിൽ തന്നെ ഇട്ട കാരണം അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടല്ല. പക്ഷെ നമ്മൾ ഇവർക്ക് ഇടുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് സമയമെടുത്ത്, കാരണം ഇവർ നല്ല അടിപൊളി ഡിസൈനാണ്. ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ഡെയിലി അപ്ലോഡ് ആവുന്ന ഓരോ പിക്ചേഴ്സ് ആയിരിക്കും ഇവരെടുത്ത് കാണിച്ചു തരിക. നമ്മളതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കും.
നമ്മുടെ നാട്ടിലെ ഡിസൈനും അറബിക് ഡിസൈനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഞാനിവിടെ വന്ന സമയത്തൊക്കെ ഇവിടുത്തെ ഡിസൈനൊന്നും അറിയണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ അങ്ങനെ പേപ്പറിലൊക്കെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് ഇട്ട് പഠിച്ചതാണ്. വേണ്ട, നല്ല ഈസിയാണ് കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട്. ഞാൻ മെഹന്തി ഇടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ റൂമിലിരുന്ന് ബോറടിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വിളിച്ചാലൊന്നും അങ്ങനെ പോകില്ല കേട്ടോ. നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ അറബികൾ, അവർ വിളിച്ചാൽ മാത്രമേ പോവുള്ളൂ. അല്ലാണ്ട് ഇതൊരു തൊഴിലാക്കിയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇതിന് മാത്രമൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുള്ളൂ. അതുപോലെ അവർക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഒരു 5-6 ഫാമിലി കാണും, അത്രേ ഉള്ളൂ. അവർക്ക് അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടല്ലോ, കല്യാണമൊക്കെ ഉണ്ടെങ്കിലൊക്കെ വിളിക്കും, അപ്പോൾ പോയിടും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊരു പ്രൊഫഷനൊന്നുമല്ല. കണ്ട ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഇനി എനിക്കിതൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ഒരു 25 പേരുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ട് അവളുടെ ഫാമിലിക്ക് ഞാൻ ഇട്ട് കൊടുക്കാറ്. അതായത് അവളുടെ അനിയത്തിമാർക്കും അവളുടെ ബ്രദേഴ്സിൻ്റെ വൈഫിനെയും മക്കൾക്ക്, അവരുടെ മക്കൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ ഏകദേശം 25 പേരുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവർക്ക് മാത്രമേ ഇടുന്നുള്ളൂ ഇത്തവണ, കാരണം ഒരുപാട് റിസ്ക് എടുക്കാൻ വയ്യ. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഒന്നുകൂടെ ക്ലിയർലി വീഡിയോ ഇട്ട് തരാം.